ഞാൻ എന്റെ മാതാവേ, ചെണ്ടപ്പോല് പിടിക്കുന്ന ആൾക്ക് എങ്ങനെ ഇത്ര കൈക്കരുത്? എന്നെ പോലെയുള്ളവന്റെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളറിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യില്. അറിയോ നിനക്ക്? എവിടായിരുന്നു എത്രയും കാലം? എന്റെ ദേവേട്ട ഒന്നും പറയണ്ട, ഒരു കലക്കത്തിപ്പെട്ടുപോയി. പിന്നെ മസന കൂടി ബെസ്റ്റ് മാനർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പാകർ ഇന്ന് പറ്റില്ല, അച്ഛന് ഷഷ്ടിപൂർത്തി വീട്ടിൽ പോകണം. അത് പറ്റില്ല. ഷഷ്ടിപൂർത്തിയും പള്ളി പെരുന്നാളൊക്കെ പെണ്ണുങ്ങൾക്കും കിളമാർക്കും പറഞ്ഞു. ശരിയാവില്ല, ശരിയാവില്ല, ശരിയാവില്ല. ഞാനില്ല, ഞാൻ അറിയിക്കാം. കളഞ്ഞല്ലോടാ. ദേവേട്ടനെ നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും. അച്ഛാ, വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയണം. വേണ്ട, മടക്കം ബസ്സിലാക്കാം. എന്തിനാ ഇല്ലാത്ത കാശ് കളയണേ? ശരി. മോളെ വസന്തരെ, അച്ഛനും അമ്മയൊക്കെ എത്തിയിരിക്കണോ? മോള് കാത്തിരിക്കയായിരുന്നു. കുടിക്കാൻ എന്തായിട്ടുണ്ട്? ഇപ്പോഴൊന്നും വേണ്ട മോളെ, എന്നാലോ കാര്യായിട്ട്. രാവുണ്ണിയാർക്കറിയോ മാന്നൂരുന്ന നമ്മുടെ വസുന്ധരയുടെ വീട്ടിൽ നിന്ന് ശങ്കര പൊതുവാള്. ശ്രീമതി അമ്മേ, ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ അടിച്ചു വാരിയിട്ട മുറ്റം വെടിപ്പുകേടാക്കാൻ ഒരു പൈതലിനെ തരണേന്ന്. മൂത്തരിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ കുട്ടികള്. ഒക്കെ തന്നോളും ഗുരുവായൂരപ്പൻ. ആ കള്ളത്തി, നീ ഒളിച്ചു വെക്കൊന്നും വേണ്ട. അറിഞ്ഞു ഞാൻ, ദേശമംഗലത്തുനിന്ന് നിനക്ക് വന്ന ആലോചന. എന്തേ, ആളെ ഇഷ്ടായില്ലേ നിനക്ക്? കരച്ചക്ക പൊക്കോ ഇല്ല. നിറവും പൊക്കോ ഒന്നുമല്ല എന്റെ കുട്ടിയെ കാര്യം, സ്വഭാവ ഗുണ. അതുണ്ടെങ്കിൽ മനസ്സമാധാനം താനേ വന്നോളും. ദൈവത്തിനോട് അതിന് മാത്രം പ്രാർത്ഥിക്കുക. ഇവിടത്തെ കാര്യം എങ്ങനെയുണ്ട്? കൊടിയുണ്ടോ പണ്ടത്തെ പോലെ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ആണുങ്ങളായാല് ഇത്തിരി അതൊക്കെ ഉണ്ടാവൂലോ. ഓരോ കഥകൾ അവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ദേവേട്ടിനെ പറ്റി. കുടിച്ചൊടുതോണ്ട് പോലും ഇല്ലാണ്ടെന്ന് തായമ്പോ പൊട്ടിന്നോ കല്ലുണ്ടാക്കിന്നൊക്കെ. അതൊക്കെ മനസ്സിൽ കന്മഷമുള്ളവര് പറഞ്ഞുണ്ടാക്കണ കഥകളാ മോളെ, വിശ്വസിക്കണ്ട. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവ ദേവേട്ടൻ